നമസ്കാരം. ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എൻ കാരശ്ശേരി എഴുതിയ തീറ്റയുടെ ജനാധിപത്യം ഭംഗിവാക്ക് എന്ന ലേഖനത്തെക്കുറിച്ചാണ് നാം ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. 1951 കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരിയിൽ ജനിച്ചു. യഥാർത്ഥ പേര് മുഹിയുദ്ദീൻ നടുക്കിയിൽ എന്നാണ്. ആദ്യം തീറ്റയുടെ ജനാധിപത്യം എന്ന ഭാഗത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. മനുഷ്യരെ വകതിരിക്കുന്ന ഭാഷ, പ്രദേശം, ജാതി, മതം, തൊഴിൽ, ലിംഗം, വർഗം, വർണ്ണം, പ്രായം, അറിവ്, സമ്പത്ത്, ബുദ്ധി, സൗന്ദര്യം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളുണ്ടെന്ന് കാരശ്ശേരി ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം വേർതിരിവുകൾ ഇല്ലാതെ വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും എല്ലാവർക്കും എല്ലാ കാര്യത്തിലും തുല്യമായ അവസരം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ജനാധിപത്യം എന്ന് അദ്ദേഹം പറയുന്നു. ഭക്ഷണകാര്യത്തിലും ജനാധിപത്യം ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് കാരശ്ശേരി ജന്മിയായ നമ്പൂരിശനും കാര്യസ്ഥനായ രാമൻ നായരും കച്ചേരിയിലേക്ക് പോകുന്ന വേളയിൽ പാലം മുറിഞ്ഞ് രണ്ടുപേരും തോട്ടിൽ വീണ കഥ പറയുന്നു. മുങ്ങിക്കൊണ്ടിരിക്കെ ജാതിയിൽ ഉയർന്ന താൻ കുടിക്കുന്ന വെള്ളം തന്നെയാണല്ലോ നായരും കുടിക്കുന്നത് എന്ന് ചിന്തിച്ച് രാമൻ നായരോട് വെള്ളം കലക്കി കുടിക്കാൻ ആവശ്യപ്പെടുന്നു. മരണവെപ്രാളത്തിനിടയിലും നായർക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ ചളി കൂടി കലർക്കാനുള്ള പണി കൂടി തമ്പുരാൻ പ്രജയ്ക്ക് കൽപ്പിച്ചു കൊടുക്കുകയാണ് ഇവിടെ. ഇഷ്ടപ്പെട്ടത് കഴിക്കാനുള്ള സൗകര്യം കിട്ടുക എന്നതാണ് ഭക്ഷണത്തിലെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം. ഒരു വിഭാഗം ഹിന്ദുക്കൾ പശുവിറച്ചി കഴിക്കില്ല എന്നുള്ളത് കൊണ്ട് അഹിന്ദുക്കളും വേറൊരു വിഭാഗം ഹിന്ദുക്കളും അത് കഴിച്ചുകൂടാ എന്ന് പറയുന്നത് ശരിയല്ല. മുസ്ലിങ്ങൾ പന്നിയിറച്ചി കഴിക്കില്ല എന്നതുകൊണ്ട് അമുസ്ലിങ്ങൾ അത് കഴിക്കരുത് എന്ന് വിലക്കുന്നത് ശരിയല്ല. മുസ്ലിങ്ങൾ റംസാൻ കാലത്ത് പകൽ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിച്ചുകൂടാ എന്നും പകൽ പരസ്യമായി ഭക്ഷണം കഴിച്ചുകൂടാ എന്നും പറയുന്നതും ശരിയല്ല. ബഷീറിന്റെ പ്രേമലേഖനത്തിൽ അപ്പച്ചനെയും രണ്ടാനമ്മയെയും ഉപേക്ഷിച്ച് കാമുകൻ കേശവൻ നായരോടൊപ്പം പോയ സാറാമ തീവണ്ടിയിൽ വെച്ച് കേശവൻ നായരുടെ അഭിപ്രായ പ്രകാരം ചായ കുടിച്ചാൽ മതി എന്ന താല്പര്യത്തിന് എതിര് നിൽക്കുന്നുണ്ട്. കേശവൻ നായർ തനിക്കിഷ്ടമുള്ള ചായ കുടിച്ചും സാറാമ കാപ്പി കുടിച്ചുമാണ് പ്രശ്നം തീർക്കുന്നത്. എല്ലാ വീടുകളിലും നടക്കുന്ന പ്രശ്നങ്ങളിൽ പ്രധാന കാരണം ഈ ഭക്ഷണ കാര്യത്തിലെ താല്പര്യങ്ങളാണ്. ഉപ്പുമാവിൽ പഞ്ചസാര ചേർത്ത് കഴിക്കുന്ന ഭർത്താവിന്റെ രുചി ശരിയായിട്ടുള്ളതല്ല എന്ന് ഭാര്യ പറയാതെ തന്റെ രുചി പോലെ മറ്റേയാൾക്ക് അയാളുടെ രുചിയുമുണ്ടെന്ന് അംഗീകരിക്കലാണ് ഭക്ഷണത്തിലെ ജനാധിപത്യം. അടുത്തതായി ഭംഗിവാക്കെന്ന ഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. മുംബൈയിലും കൊൽക്കത്തയിലും ചെന്നൈയിലുമെല്ലാം ബസ്സിൽ അപരിചിതരായ ആണും പെണ്ണും അടുത്തടുത്ത് ഇരിക്കുമെങ്കിലും കേരളത്തിൽ ഇരിക്കില്ല. ഇരുന്നാൽ അത് ധർമ്മഭ്രംശമായാണ് നോക്കിക്കാണുക. പക്ഷേ ബസ്സിൽ അടുത്തടുത്ത് നിൽക്കുന്നതിന് പ്രശ്നമില്ല. തീവണ്ടിയിലും ടാക്സി ജീപ്പിലും ഓട്ടോറിക്ഷയിലും ടാക്സി കാറിലും കടത്തുതോണിയിലും ഇരിക്കുന്നതിനും പ്രശ്നമില്ല. ഏറ്റവും മോശമായ പെരുമാറ്റം കിട്ടുന്നതും ബസ്സിൽ വെച്ചാണ്. ഇക്കണ്ടതാണ് മലയാളിയുടെ കപടനാട്യമെന്നും ആത്മവഞ്ചനയെന്നും കാരശ്ശേരി പറയുന്നു. ഒരാൾ മരിച്ചാൽ നാം അയാളുടെ കുറ്റങ്ങൾ പറയാറില്ല, പക്ഷേ ഗുണഗണങ്ങൾ എടുത്തു പറയുക പതിവാണ്. ഇതൊരു തരം കപടനാട്യമാണെന്ന് പറയുന്ന കാരശ്ശേരി ചാക്കാല എന്ന കടമനിട്ട കവിതയുടെ വിഷയം ഈ കാപട്യത്തെക്കുറിച്ചാണെന്ന് വിശദമാക്കുന്നുണ്ട്. അന്യനാടുകളിൽ തുറന്നു കൊടുക്കുന്ന സമ്മാനങ്ങൾ നമ്മുടെ നാട്ടിൽ പൊതിഞ്ഞാണ് കൊടുക്കാറുള്ളത്. കോളേജ് യൂണിയന് മുഖ്യ അതിഥിയായി വന്ന സിനിമാ നടന് വിഷസർപ്പത്തെ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ പൊതിഞ്ഞുകെട്ടൽ ഉള്ളതുകൊണ്ടാണ്. സന്തോഷവും സ്നേഹവും ഒന്നും പ്രകടിപ്പിക്കാൻ കേരളീയർ മിനക്കെടാറില്ല. സ്നേഹം ഇല്ലെന്ന് ഭാവിക്കുന്നത് അന്തസ്സായി കാണുന്നവരാണ് നാം. സ്വന്തം മക്കളെ തലോടുകയും മധുരം പറയുകയും ചെയ്യാത്തതിന്റെ ഖേദം കേരളത്തിലെ മാതാപിതാക്കൾ തീർക്കുന്നത് പേരക്കുട്ടികളോട് ഇതൊക്കെ കാണിച്ചിട്ടാണ്. ജാതി സ്പർദ്ധയും മതവർഗീയതയും പ്രാദേശികതയും രാഷ്ട്രീയ പക്ഷപാതവുമെല്ലാം ഉള്ളിലൊളിപ്പിച്ച് പുറമേക്ക് ഭംഗിയായി പെരുമാറുന്നവരുടെ യഥാർത്ഥ മുഖം പ്രത്യക്ഷമാവുന്നത് സാഹചര്യം വരുമ്പോഴാണ്. ആ കള്ളവികാരത്തേക്കാൾ കപടത പുറമേക്ക് കാണിക്കുന്ന ആ മിനുസമാണെന്ന് കാരശ്ശേരി പറയുന്നു. പലർക്കും ഉള്ളു തുറക്കണമെങ്കിൽ ലഹരി ഉള്ളിൽ ചെല്ലണമെന്ന് പറയുന്ന കാരശ്ശേരി കേരളീയരുടെ അമിത മദ്യപാനത്തിനൊരു കാരണം ഈ ആത്മവഞ്ചന സ്വഭാവം കൂടിയായിരിക്കാമെന്ന് അഭിപ്രായപ്പെടുന്നു. മലയാളത്തിലെ ഭംഗിവാക്ക് എന്ന് പറയുന്ന പ്രയോഗം മോശമായിരിക്കുമ്പോഴും കേമമായി എന്ന് പറയുന്ന അവസ്ഥയെ ദ്യോതിപ്പിക്കുന്നതാണ്. നുണ ഭംഗിയായി പറഞ്ഞ് അത് നേരാണെന്ന് ഭാവിക്കുന്നതിന്റെ സൂചകമാണ് ഭംഗിവാക്ക് എന്ന പ്രയോഗം.